ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പല ധ്യാനങ്ങളുടെ ഡേറ്റുകളും ഒക്കെ നിങ്ങളോട് പറയുന്നതിന് കാരണം നിങ്ങൾ അതിനുവേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണം കേട്ടോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വട്ടാലിച്ചിന് വേണ്ടിയും പിന്നെ ഈ പാവം എനിക്ക് വേണ്ടിയും ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പായിട്ട് നിങ്ങളെ ഇന്ന് അപ്പോയിൻറ്റ് ചെയ്യാണ്. അല്ലേ ലിയ? കുർബാന കാണുമ്പോൾ ഒന്ന് ഓർക്കണം കേട്ടോ, കൊന്ത ചെല്ലുമ്പോഴൊക്കെ ഓർക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇന്ന് നിങ്ങളോട് പറയാൻ ആത്മാവിൽ തരുന്ന ഒരു വിഷയം, കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. കർത്താവിൻ്റെ വചനം നൽകുന്ന ഒരു പ്രേരണ ഇതാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായത്തെ 15-ാമത്തെ വാക്യം വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അത് ശരിയാണ്. അപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തികൾ എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത്? വചനം വഴി. ഈശോ പറഞ്ഞു, ലാസറെ പുറത്ത് വരിക, ലാസർ പുറത്തേക്ക് വന്നു. അല്ലേ? കർത്താവ് പറഞ്ഞു, ഉണ്ടാകട്ടെ, ഈ പ്രപഞ്ചമുണ്ടായി, തുറക്കപ്പെടട്ടെ, തുറക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് നോക്ക്, നമ്മൾ എത്രമാത്രം വചനങ്ങൾ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവോ അതുവഴി കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടാൻ വേണ്ടി ഇടവരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും കാറോസ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ വചനം പറയാൻ ശീലിച്ച് നോക്കിയാൽ എൻ്റെ സഹോദരൻ. ഇപ്പം ഞാൻ നോക്കിയേ, ഞാൻ നിങ്ങളുടെ എല്ലാം പറയുന്ന വചനമല്ലേ? ഇത് ഈ ടോക്കിന് വേണ്ടി മാത്രം പറയുന്നതല്ല വാസ്തവത്തിൽ. എല്ലാവരും കാണുമ്പോൾ വചനമാണ് നമ്മൾ. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടാൻ ഇടവരും. അപ്പോൾ അതിന് ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം നടപ്പാക്കുന്ന ചില വചനങ്ങളുണ്ടാവും. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉറപ്പായിട്ട് ആ ഒരു മേഖലയിൽ ദൈവത്തിന് ഇടപെടലുണ്ടാവും. ഈശോ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇവർക്കെല്ലാം വചനം പഠിക്കാൻ ആഗ്രഹമുണ്ട് കർത്താവ്. ദൈവമേ, കൂടുതൽ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകവും കൃപ ഇവർക്ക് ഉള്ളത് ഇരട്ടിയാകട്ടെ, ഇല്ലാത്തവർക്ക് ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.